എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അഡ്മിഷൻ സമയത്ത് വേണ്ടത്, അതുപോലെ തന്നെ എത്ര രൂപ ഫീസ് വരും, അതുപോലെ എത്ര രൂപയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരിക എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ തന്നെ ഏകദേശം 29ാമത്തെ പേജിലായിട്ട് പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോയാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം, അതായത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഏത് അലോട്ട്മെന്റിലാണോ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ഏതാണ്, ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അതുപോലെ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ പരിഗണിക്കുകയും അതിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതായത് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾക്ക് ആ ഒരു സീറ്റ് മതി, ഇനി മറ്റൊരു ഓപ്ഷൻ വേണ്ട എങ്കിൽ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ യുവർ അലോട്ട്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഗിൻ ചെയ്താലുള്ള പേജിലാണ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് ശേഷം അവിടെ മെമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെമോ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് അതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ഓൺലൈനായിട്ടാണ് അടച്ചതെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ആ ഒരു യുവർ അലോട്ട്മെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റിൻ്റെ, അതായത് ടോക്കൺ ഫീ പേയ്മെന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഫീ പേയ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെന്റ് ചെയ്തതെങ്കിൽ ട്യൂഷൻ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം ചലാൻ്റെ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് മുറിച്ചിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അതായത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടച്ചതെങ്കിൽ ആ ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തതിൻ്റെ ഓൺലൈൻ റെസിപ്റ്റും, ബാങ്ക് വഴിയാണ് പേയ്മെന്റ് ചെയ്തതെങ്കിൽ ആ ഒരു പേയ്മെന്റ് ചെയ്തതിൻ്റെ ചലാൻ്റെ ആ ഒരു ബാക്കിയുള്ള റെസിപ്റ്റുമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അടുത്തത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു SSLC സർട്ടിഫിക്കറ്റ് പറയുന്നത്. അടുത്തത് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റാണ്. അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതായത് സ്പോർട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും PD കോട്ടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് ആണ്. അടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻഡ് നോട്ട് ഏർലിയർ ദാൻ 3 months, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്നും 3 മാസ കാലാവധി കഴിയാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ, അതുപോലെ OEC വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിസർവേഷൻ സീറ്റിലൊക്കെയാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അടുത്തത് നിങ്ങളുടെ TCയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ്. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു റിലീവിംഗ് ഓർഡർ ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ഇഫ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ആ ഒരു ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിച്ചിട്ടുള്ള അതായത് അനുമതി വാങ്ങിച്ചിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ആണെങ്കിൽ മാത്രം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വിടുതൽ ഓർഡറാണ്, അതായത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ നൽകിയിട്ടുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ആ ഒരു ഓർഡറാണ് റിലീവിംഗ് ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും ആവശ്യമില്ല. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ അവിടെ നിന്ന് അനുമതി വാങ്ങിച്ച് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങൾ കേരളത്തിൽ +2 പഠിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കേരളത്തിന് പുറത്തുള്ള, അതായത് തമിഴ്നാടോ കർണാടകയോ ഒക്കെ ആ ഒരു സ്റ്റേറ്റിലെ ബോർഡിൽ പഠിച്ചവർ ആണെങ്കിൽ മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. കേരളത്തിൽ ഈ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിയോ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് കേരളത്തിൽ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ, അത് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാക്സിനേഷൻ അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ചില കോളേജ് ഈ ഒരു വാക്സിനേഷൻ പ്രത്യേകിച്ച് നിർബന്ധമായിട്ട് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. കാരണം ഈ ഒരു വാക്സിനേഷൻ, അതായത് നിങ്ങൾ ഈ ഒരു ബ്ലഡ് റിലേറ്റഡുമായി അല്ലെങ്കിൽ സ്രവങ്ങളുമായി ബന്ധപ്പെട്ട്
പ്രവർത്തിക്കുന്ന മേഖലയിലാണ് നിങ്ങൾ ആ ഒരു മേഖലയിലെ കോഴ്സാണ് പഠിക്കുന്നത്, അതായത് ലാബിൻ്റെ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഈ ഒരു വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തത്, അത് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു കോഴ്സിൽ ഈ ഒരു പഠിക്കാനായിട്ട് ഈ ഒരു വാക്സിനേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണോ എന്നുള്ളത് കോളേജിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാക്സിനേഷൻ 2 ഡോസാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് 2 ഡോസ് എടുത്ത ശേഷം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. അപ്പോൾ രക്തത്തിൽ നിന്നും അതുപോലെ സ്രവങ്ങളിൽ നിന്നും വരുന്ന രോഗാണുക്കൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ള വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം ആ ഒരു വാക്സിനേഷൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ കോളേജിൽ നിന്ന് നിങ്ങളോട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനു വേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു മോഡൽ, അതായത് മാതൃക 49ാമത്തെ പേജിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് പോയിക്കൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും MBBS ഡോക്ടറിൽ കുറയാതെ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളല്ല ഡോക്ടറുടെ പേരാണ് എഴുതേണ്ടത്. അതായത് ഡോക്ടറുടെ പേരെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർ എഴുതണം. അതായത് ഈ ഒരു ഫോം നിങ്ങൾ കൊണ്ടുപോയാൽ മതി, ബാക്കി ഡോക്ടർ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഡോക്ടറുടെ പേര്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ ചെസ്റ്റ്, അതുപോലെ തന്നെ കാഴ്ചശക്തി, അതായത് വിഷൻ എന്നിങ്ങനെയുള്ളതും, അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും സിഗ്നേച്ചർ, അതുപോലെ തന്നെ നെയിം, അതുപോലെ ഡെസിഗ്നേഷൻ, രജിസ്റ്റർ നമ്പർ. അതായത് ഇവിടെ നിങ്ങളുടെ പേരല്ല എഴുതേണ്ടത്. ഇവിടെ ഏത് ഡോക്ടറാണോ നിങ്ങളെ പരിശോധിക്കുന്നത് അവരുടെ പേരും സിഗ്നേച്ചറും അതുപോലെ ഡെസിഗ്നേഷൻ, അതായത് എന്ത് സ്ഥാനമാണ്, അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ഏത് പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്, അതുപോലെ അവർക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഓരോ ഡോക്ടേഴ്സിനും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ അവരുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നൽകേണ്ടത്. അത് ജസ്റ്റ് ചിലപ്പോൾ അവിടെ എഴുതും, അല്ലെങ്കിൽ ജസ്റ്റ് സീൽ വെക്കുകയാണ് ചെയ്യുക. അതായത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു സീൽ അവിടെ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആ ഒരു വാക്സിനേഷൻ നിങ്ങൾക്ക് ആവശ്യമാണോ എന്നത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു 2 ഫോട്ടോ, 2-3 ഫോട്ടോ കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികളുടെ ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് ഏകദേശം 6380 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് ഏകദേശം 5220 രൂപയും ബാക്കി കോഴ്സുകൾക്ക് 7240 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സമയത്ത് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ, അതായത് SC/ST OBC വിദ്യാർത്ഥികൾ 100 രൂപയായിരിക്കും ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ സമയത്ത് അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും അടക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് PTA ഫണ്ട്, അതുപോലെ തന്നെ ബുക്ക്, യൂണിഫോം, അതുപോലെ ഹോസ്റ്റൽ ഉള്ളവർക്ക് ഹോസ്റ്റൽ ഫീസ് എന്നിങ്ങനെ അടക്കേണ്ടതായിട്ട് വരും. ചില കോളേജ് 1 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസ് ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ SC/ST OBC വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അവിടെ സൗജന്യമായിരിക്കും. എന്നാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 2000 മുതൽ 2500 രൂപ വരെയൊക്കെ ഈ ഒരു ഫീസ്, അതായത് ഹോസ്റ്റൽ ഫീസ് ഇനത്തിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് 40,000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണെങ്കിൽ 10,000 രൂപ, ഡെൻ്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ് ആണെങ്കിൽ 7240 രൂപയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകൾക്കാണെങ്കിൽ 27,500 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്, അതായത് ട്യൂഷൻ ഫീസ് ഇനത്തിലാണ് വരുന്നത്. അതിനോടൊപ്പം സ്പെഷ്യൽ ഫീസ് ഉണ്ട്, അത് നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിലായിട്ട് ഈ ഒരു 10,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. അതുപോലെ SC/ST OBC വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 100 രൂപ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ ഇനത്തിൽ അടച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക്, യൂണിഫോം, ഹോസ്റ്റൽ ഫീസ് എന്നിവ മാത്രമാണ് ആവശ്യമായിട്ട് വരിക. ചില കോളേജുകളിൽ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പെയിൻ ഗസ്റ്റായിട്ട്, അതായത് പുറത്ത് വാടകയൊക്കെ ആയിട്ട്, അതായത് പുറത്ത് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ സൗകര്യം എടുക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു മാസത്തിൽ 5000 രൂപ, അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ രീതിയിൽ 5000 രൂപ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മാസം 5000 രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വാടകയൊക്കെ ആയിട്ട്, അതായത് ഈ ഒരു പുറത്തുള്ള ഹോസ്റ്റൽ സൗകര്യത്തിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട്, അതായത് ചിലവായിട്ട് വരിക. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ഹോസ്റ്റൽ സൗകര്യം അനുസരിച്ച് ആ ഒരു പൈസയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വന്നേക്കാം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട്
അന്വേഷിക്കുക. ഹോസ്റ്റൽ സൗകര്യം ഇല്ല എങ്കിൽ പുറത്ത് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകും. അപ്പോൾ അവിടെ എത്ര രൂപയാണ് ഫീസല്ല പൈസ വരുന്നത്, അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫുഡ് കൂടി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ജസ്റ്റ് ഒന്ന് കോളേജിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക. കാരണം ചില കോളേജ് ഏകദേശം 80,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസ്, ഏതൊക്കെ ഇനത്തിലാണ് ഈ ഒരു രീതിയിൽ പൈസ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് കോളേജിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളോട് 80,000 രൂപയൊക്കെ ഫീസ് പറയും. അപ്പോൾ അത് ഏതൊക്കെ വിധത്തിലാണ് ആ ഒരു രീതിയിൽ പൈസ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഒരു വിദ്യാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളേജിൽ വിളിച്ച സമയത്ത് സെൽഫ് ഫിനാൻസ് ആയിരുന്നു, എന്നാൽ വിളിച്ച സമയത്ത് ഏകദേശം 80,000 രൂപ അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ സമയത്ത്. അപ്പോൾ അഡ്മിഷൻ സമയത്ത് വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ഫീസ് അടക്കണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് ഏതൊക്കെ ഇനത്തിലാണ് ഈ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതല്ല, വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ തേർഡിലോ കിട്ടിയ സമയത്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാവുന്നതാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സാധാരണ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ് അഡ്മിഷൻ സമയത്ത്. അപ്പോൾ NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ നൽകിയ പൈസയും നിങ്ങൾക്ക് തിരികെ തരുന്നതിനോ ആ ഒരു നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്ന കോളേജിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ചില കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കോഴ്സ് തന്നെ അവിടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടുന്ന കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ